ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഡെൻഡ്രോബിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡെൻഡ്രോബിയം വാങ്ങിച്ച അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടായിരുന്നു, വീഡിയോയിലൂടെ ഇട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, എത്ര രൂപ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരുടെ ഞാൻ 50 രൂപയ്ക്ക് വാങ്ങിച്ചായിരുന്നു കേട്ടോ ഒരു പ്ലാന്റ്. അങ്ങനെ 10 ഞാൻ വാങ്ങിച്ചായിരുന്നു. വാങ്ങിച്ചെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ നട്ട് വെച്ച് കഴിഞ്ഞിട്ട് എന്നും ചെന്ന് നോക്കുമായിരുന്നു കേട്ടോ. പക്ഷേ അത് മുളയൊക്കെ പൊട്ടി വരുന്നുണ്ടെങ്കിലും അത്ര ഹെൽത്തി ആയിട്ട് അങ്ങോട്ട് കയറി വരുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനിടയായി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ ഓർക്കിഡ് ഇങ്ങനെ കുത്തി പൂത്ത് നിൽക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ എന്ത് വളം ഇതിന് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഒരു വളത്തിൻ്റെ കാര്യം പറഞ്ഞു തന്നു. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ദൈവമേ, ഇത് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, 1 രൂപ പോലും മുടക്കില്ലാതെ കിട്ടുന്നതായിരുന്നു. എനിക്കിത് അറിയാണ്ട് പോയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അവിടെ ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അതെടുത്തിട്ട് ഇതിനൊന്ന് തളിച്ചു കൊടുത്തു കേട്ടോ. തളിച്ചു കൊടുത്തില്ല, ഒരു പാത്രത്തിനകത്ത് എടുത്ത് വെച്ചിട്ട് മുക്കി വെച്ച്. അതിന് ശേഷം ഇതുണ്ടോ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമേയൊക്കെ ഇത് ചെറിയൊരു വാടിയ ഇലയായിരുന്നു. അത് കഴിഞ്ഞ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം നന്നായിട്ട് ഹെൽത്തി ആയിട്ട് കയറി വന്നു. അപ്പോൾ ഇത് എന്താണെന്ന് അറിയണ്ടേ, ഇത് ഉണ്ടാവും നമ്മുടെ മീൻകുളമാണ് കേട്ടോ. മീൻകുളത്തിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം ഞാനിങ്ങനെ കോരി എടുത്ത് വെച്ചിട്ട് അതിനകത്ത് മുക്കി വെച്ചാൽ മതി. ഒരു 2-3 മിനിറ്റൊക്കെ മുക്കി വെക്കുക. മുക്കി വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റി ഹാങ് ചെയ്തിടാം. അപ്പോൾ അങ്ങനെ ഞാനൊരു 2 ആഴ്ചത്തോളം അങ്ങനെ ചെയ്ത് കേട്ടോ. 2 ആഴ്ച ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ചെയ്യുക. ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല മാറ്റം ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തന്നെ അത്ഭുതം തോന്നി കേട്ടോ. ഇനിയിപ്പം നിങ്ങളുടെ വീട്ടിൽ മീൻകുളം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ അക്വേറിയം ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ പിള്ളേർ ഈ ചെറിയ ബൗളിനകത്തൊക്കെ മീൻ വളർത്തുന്നേ ഉണ്ടാകുമല്ലോ. അപ്പം നമ്മളത് ക്ലീൻ ചെയ്യും, എന്താണെങ്കിലും ക്ലീൻ ചെയ്യുമ്പം ആ വെള്ളം നമ്മൾ ഊറ്റി കളയാണ്ട് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചിട്ട് വേറെ വെള്ളം ഒഴിച്ചാണല്ലോ മീൻ ഇടുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് വെള്ളം നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലൊക്കെ ഒരു ബക്കറ്റിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുക്കി വെക്കുക. മുക്കി വെച്ചതിന് ശേഷം അതെടുത്ത് ഹാങ് ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ഓർക്കിഡ് കയറി വരുവേ. അപ്പോൾ അറിയത്തില്ലാത്തവർക്കൊക്കെ ഉപകാരപ്പെട്ട